നമസ്കാരം. INDA എന്ന പ്രതിപക്ഷ മുന്നണി ഉപേക്ഷിച്ചുകൊണ്ട് ബീഹാർ മുഖ്യമന്ത്രിയും മുതിർന്ന JDU നേതാവുമായ നിതീഷ് കുമാർ NDA സഖ്യത്തിന്റെ ഭാഗമായതിന് തൊട്ട് പിന്നാലെ നടന്ന വിശ്വാസ വോട്ടെടുപ്പിൽ വമ്പൻ വിജയം നേടിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ രാജ്യം ഒന്നടങ്കം ചർച്ച ചെയ്യുന്നത്. മഹാസഖ്യ സർക്കാരിൽ സ്പീക്കറായിരുന്ന RJD നേതാവ് കൂടിയായ അവാദ് ബിഹാരി ചൗധരി സ്പീക്കർ സ്ഥാനം രാജിവെക്കാൻ തയ്യാറാകുന്നതിനെ തുടർന്ന് അദ്ദേഹത്തിനെതിരെ JDU-BJP സഖ്യമാണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. എന്തായാലും 125 പേർ പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തപ്പോൾ 112 പേർ എതിർത്തിട്ടുണ്ട്. അവാദ് ബിഹാരിക്ക് പകരം BJPയുടെ നേതാവായ നന്ദ കിഷോർ യാദവ് സ്പീക്കറായി ചുമതലയേൽക്കും. ചേതക് ആനന്ദ്, നീലം ദേവി, പ്രഹ്ലാദ് യാദവ് എന്നീ 5 RJD MLA-മാർ ഇപ്പോൾ പക്ഷം ചേർന്നിട്ടുമുണ്ട്, NDAയ്ക്കൊപ്പം ചേർന്നിട്ടുമുണ്ട്. മുൻ സ്പീക്കർ രാജിവെക്കാൻ കൂട്ടാകാതിരുന്നതോടുകൂടി വീണ്ടും അധികാരത്തിൽ തുടരാൻ കഴിയും എന്ന് RJD പ്രതീക്ഷിച്ചിരുന്ന ഇടത്താണ് അപ്രതീക്ഷിതമായ തിരിച്ചടി അവർക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നത്. എന്തായാലും സ്പീക്കറെ നീക്കം ചെയ്തതോടുകൂടി NDAയ്ക്ക് തന്നെ ബീഹാറിൽ സർവാധികാരം എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ലിറ്റ്മസ് ടെസ്റ്റിന്റെ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. ലാലുവും തേജസ്വിയുമല്ല, മറിച്ച് ബീഹാറിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ എന്നും എപ്പോഴും നിതീഷ് കുമാറിന് തന്നെയാണ് അപ്രമാദിത്വം എന്നുകൂടി ഈ വിശ്വാസ പ്രമേയം രാജ്യത്തോട് വിളിച്ചു പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ബീഹാറിന്റെ നിയമസഭയിലും പുറത്തുമൊക്കെ നടന്ന വലിയ പ്രതിഷേധങ്ങളും വാർത്തകളിൽ ഇടം പിടിക്കുന്നുണ്ട്. അങ്ങനെ ഏറ്റവും ഒടുവിൽ വലിയ ഒരു നേട്ടത്തോടു കൂടി തന്നെ BJP അധികാരത്തിലേക്ക് വരുന്നു, അല്ലെങ്കിൽ BJP അവരുടെ അപ്രമാദിത്വം വീണ്ടും തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നു. ലാലു പ്രസാദും തേജസ്വി യാദവും ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് ഇതിലും വലിയൊരു തിരിച്ചടി നേരിടാനില്ല. വലിയ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അവർക്ക്, പക്ഷേ അമിത ആത്മവിശ്വാസം തന്നെയാണ് ഇപ്പോൾ RJDയെ വെട്ടിലാക്കിയിരിക്കുന്നതും നിതീഷ് കുമാറിന്റെ അപ്രമാദിത്വം ബീഹാറിൽ അരക്കിട്ടുറപ്പിക്കുന്നതും. നിലവിൽ അവിടെ നിന്നുള്ള ചില വീഡിയോകൾ ദേശീയ മാധ്യമങ്ങൾ വളരെ വൈറലാണ്. ഇത് പ്രേക്ഷകർക്ക് കാണുന്നതിന് വേണ്ടി ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് സിറ്റി മലയാളം.